ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ഗേൾസ് പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ചെന്നൈ സെൻട്രലാണ്. ഇത് ചെന്നൈ സെൻട്രലിലെ എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ ജസ്റ്റ് നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നു. സമയം ഇപ്പോൾ 5:24, 6:10 നമ്മൾ ട്രെയിൻ പോകുന്നത്. 5:30 ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ക്യാമറ ചാർജ് ആയിക്കൊണ്ടിരിക്കുക. 6 മണിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് പ്ലാൻ. എൻ്റെ പ്ലാൻ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാമായിരിക്കും. പുതിയ വീഡിയോ കാണുന്നവർക്ക് ഇനി പറഞ്ഞുതരാം. ഈ ലൗഞ്ചിൽ കാരണം ആദ്യത്തെ 1 മണിക്കൂറിന് 179 പ്ലസ് ടാക്സും, പിന്നത്തെ മണിക്കൂറിന് എത്ര എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മറ്റേ കാർഡിൽ ഓഫറിലുകൊണ്ട് നമ്മൾ കയറുന്ന. അപ്പം നമുക്കതിനിപ്പോൾ നമ്മുടെ ഏത് പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് തപ്പിയേക്കാം. ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ, 12675 പ്ലാറ്റ്ഫോം നമ്പർ 11. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനോടെ പോകണ്ട. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ വിട്ടു. ഇവിടുത്തെ ആക്സസ്സിൽ കാർഡ് ആക്സസ് ആയതുകൊണ്ട് ഫുഡ് ഫ്രീ ആണ്. പക്ഷേ ഫുഡ് 6 മണിക്ക് സ്റ്റാർട്ടുള്ളൂ. നമ്മുടെ ട്രെയിൻ 6:10 പോകും. അതുകൊണ്ട് ഞാൻ ആക്സസ് എടുത്തുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തില്ല ഫുഡിന്. കുളിക്കണമായിരുന്നു. അപ്പോൾ ഷവർ എടുത്ത് പെട്ടെന്ന് പോയി കുളിച്ചിട്ടിങ് വന്നു. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 11 എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വന്നിറങ്ങിയത് 10-ലായിരുന്നു. അതിന് തൊട്ടടുത്ത പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോം നമ്പർ 11. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇനി ഫുഡൊക്കെ ട്രെയിനിൽ നിന്ന് കഴിക്കാം. ഇവിടെ നിന്നിപ്പോൾ കഴിക്കാനുള്ള സമയമില്ല. വിശന്ന് തുടങ്ങിയിട്ടില്ല, പക്ഷേ ഉണന്നിട്ട് കുറേ നേരം ആയല്ലോ ഗ്യാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിനിനെ കൊണ്ടുവന്നത്. 36531 WDS6 ചെന്നൈ സെൻട്രലിൻ്റെ ലേ ഔട്ട്. ഇപ്പോൾ ടെർമിനൽ എൻ്റെ ആയതുകൊണ്ട് റേക്ക് പോയാലേ ഈ ലോക്കോന് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് 12675 കോവൈ എക്സ്പ്രസ്സിനാണ്. നമ്മളിന്ന് ചെന്നൈ സെൻട്രലിൽ നിന്നും കോവയിലേക്ക്, അതായത് കോയമ്പത്തൂരിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ 3rd AC കോച്ച് ലോക്ക്ഡ് കണ്ടീഷനിൽ പോകുന്നുണ്ട്. മിക്കവാറും എല്ലാം മെയിൻ്റനൻസിലാകുമ്പോൾ എല്ലാം വന്നിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ, കോവൈ എക്സ്പ്രസ്, MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ 12675. ചെന്നൈ ബേസ് റേക്കാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ നല്ല തിരക്കാണ്. വണ്ടി ഇവിടുന്ന് ഫുള്ളായി കഴിഞ്ഞു. സീറ്റിലും മുകളിലും ആളായി കഴിഞ്ഞു. നമ്മളിന്ന് C2 കോച്ചിലാണ്. C2-ൽ 57. ഇന്നലെ നമ്മൾ ബാംഗ്ലൂർ ഇൻ്റർസിറ്റിക്ക് C1-ൽ 57 ആയിരുന്നു. ഇന്ന് C2. അത്യാവശ്യം പഴക്കമുള്ള കോച്ചുകളാണ്. കാരണം ചെന്നൈയിൽ കുറച്ച് കാലമായിട്ട് LHB കോച്ചസ് ഉണ്ടല്ലോ, അത്യാവശ്യം പഴക്കമുള്ള കോച്ചസാണ്. രണ്ടാമത്തെ കോച്ചാണ് നമ്മുടെ. നമുക്കൊന്ന് ഇൻറ്റീരിയേഴ്സ് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ലോക്കോ ആയതാന്ന് നോക്കാൻ പോകാം. ഇതാണ് നമ്മുടെ കോച്ച് C2. ഇത് ബൃന്ദാവൻ എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിങ്ങിലാണ്. 57 എന്ന് പറയുമ്പോൾ ഈ ഡോർ വഴി തന്നെ. ഫോർവേഡ് ഫേസിംഗ് ആണ്. 3 സീറ്ററിലെ നോൺ വിൻഡോ സീറ്റ്. വലിയ തിരക്ക് കയറിയിട്ടില്ല ഇതുവരെ. ഇതാണ് നമ്മുടെ സീറ്റ്. സീറ്റിനൊക്കെ നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്, നല്ല പഴക്കമായിട്ടുണ്ട്. പിന്നെ ഹെഡ് റെസ്റ്റ് കവേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഹെഡ് റെസ്റ്റിന് ഷേപ്പ് കൊള്ളാം, നല്ല ഡിസൈനാണ്. നമ്മൾ ഇന്നലെ വന്ന വണ്ടിയുടെ സീറ്റ് പോലെയല്ല, സീറ്റിന് അത്യാവശ്യം വ്യത്യാസമുണ്ട്. പിന്നെ നമ്പറൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പതുക്കെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി നിർമ്മിതമാണ്. 211-823 ജൂൺ 2021 ബിൽഡ്. മറ്റേത് 2019 ബിൽഡായിരുന്നു അപ്പുറത്തത്. ഇത് 21 ബിൽഡാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് പുതിയൊരു കോച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോച്ച്. തൊട്ടപ്പുറത്ത് ഇതാണ് നമ്മുടെ നോൺ AC ചെയർക്കാറാണ്. ഇതിൻ്റെ സീറ്റുകളൊന്നും നോക്കിക്കോളൂ നിങ്ങൾ. നമ്മളെല്ലാവർക്കും ഇതാണ് കേരളത്തിനോട് മാത്രം അനീതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതും ബെഞ്ച് ടൈപ്പ് തന്നെയാണ്. സെയിം ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ് ഇതിനകത്തും. അല്ലാണ്ട് കേരളത്തിന് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലത്. എന്നാൽ പിന്നെ നമുക്ക് ഫ്രണ്ടിൽ പോകാം. 13 നോൺ AC ചെയർക്കാർ കോച്ചുണ്ട്. ആ നീളം മുഴുവൻ നടന്ന് ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് ലോക്കോ ആയത് നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഈ ട്രെയിനിന് പാൻട്രി കാറുണ്ട്. പാൻട്രി കാറിലൂടെ ഫുഡ് ലോഡ് ചെയ്യുന്നുണ്ട്. ഫുഡല്ല, വെള്ളത്തിൻ്റെ ബോട്ടിൽ. അപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നല്ല ഫുഡ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പാൻട്രി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ കിച്ചണൊന്നും ഓപ്പൺ അല്ല. സവാള അരിയുന്നു അത്. അപ്പോൾ മോസ്റ്റ്ലി അവരിനി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ചെന്നൈയിൽ നിന്ന് ലോഡ് ചെയ്യാനാണ് സാധ്യത. ബ്രേക്ക്ഫാസ്റ്റ് ചെന്നൈയിൽ നിന്ന് ലോഡ് ചെയ്താൽ ഇതാ ലോഡ് ചെയ്യുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ്ലി ഇവിടുന്ന് ലോഡ് ചെയ്യാനാണ് സാധ്യത. പിന്നെ അവർ
ബാക്കി സാധനങ്ങളായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ലോക്കോ എൻഡിലെത്തി. ആ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്ന് കർണാടക എക്സ്പ്രസിൻ്റെ റേക്കാണ്. നമുക്ക് നമ്മുടെ ലോക്കോ ഇതാണ് നമ്മുടെ ലോക്കോ 37301 റോയപുരത്തിൻ്റെ വാപ്പ് 7. ഇതാണ് നമ്മളെ കോയമ്പത്തൂർ വരെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്നാൽ ഇനി തിരിച്ച് 18 കോച്ചിൽ നിന്നാക്കണം. ഇതിനും ഫ്രണ്ടിൽ 2 ജനറൽ, ബാക്കിൽ 2 ജനറൽ, 4 ജനറലേ ഉള്ളൂ. 13 റിസർവ്ഡ് സെക്കൻഡ് ക്ലാസ് ചെയർക്കാർ കോച്ചുകളുണ്ട്. 13 എണ്ണം, 1 2 ഒന്നുമല്ല, 13 എണ്ണം ഉണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 10 നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന കൃഷ്ണരാജപുരത്തിൻ്റെ വാപ്പ് 7 ആണ്. ചെന്നൈ മെയിലിൽ രാവിലെ കൊണ്ടുവന്ന വണ്ടി, ബാംഗ്ലൂർ ചെന്നൈ മെയിലിനെ കൊണ്ടുവന്ന വണ്ടി 37662. നമ്മളിന്ന് രാവിലെ ബാംഗ്ലൂർ ചെന്നൈ മെയിലിനായിരുന്നു വന്നത്. അതിനെ കൊണ്ടുവന്ന ലോക്കമാണിത്. ഈ ട്രെയിൻ ഞാൻ പറഞ്ഞ പോലെ D13 വരെ ഉണ്ട്. 13 റിസർവ്ഡ് ചെയർക്കാർ കോച്ചുകളുണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇഡ്ഡലി വല്ലതും കഴിച്ചേക്കാം. കാരണം ഇല്ലെങ്കിൽ വിശന്ന് ഗ്യാസ് വരെ പണ്ടറിയാം. ഇന്നലെ ഗ്യാസ് നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പെട്ടെന്ന് കഴിക്കാം. നമുക്ക് 6:10 ഡിപ്പാർച്ചർ. നമുക്കത് കഴിച്ച് തീർക്കാം. അപ്പോൾ നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ സമയം 6:12 കേട്ടോ എൻ്റെ വാച്ചിൽ. 6:12 ചെന്നൈ സെൻട്രലിൽ നിന്ന് ജസ്റ്റ് അനങ്ങി തുടങ്ങി. നമ്മളിപ്പോൾ ചെയ്യുന്ന അനൗൺസ്മെൻറ്റ്സ് ഫുള്ള് ഗ്രാമാറ്റിക്കലി തെറ്റായിട്ടുള്ള അനൗൺസ്മെൻറ്റ്സാണ്. 7 മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ ഈസ് ഡിപ്പാർട്ടിങ് ഇപ്പോൾ തന്നെ പറയുന്നത്. ചെന്നൈ ശിവമൊഗ്ഗ വീക്ക്ലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അതിനത് വാപ്പ് 7 കപ്പിൾ ചെയ്തിട്ടിരിക്കും. ഷണ്ട് ചെയ്യാൻ വേണ്ടിയിരിക്കും 30680 റോയപുരത്തിൻ്റെ. കാരണം എൻ്റെ ഓർമ്മ അത് ഇവിടെ ഏർലി മോർണിംഗ് എത്തുന്ന ട്രെയിനാണ്. ഇപ്പോൾ താരക്കോണത്തിന് 22776 കയറി വരുന്നു. മാംഗ്ലൂർ ചെന്നൈ മെയിൽ 12602. ഇതിനിപ്പോൾ LHB സാങ്ഷൻ ആയിട്ടുണ്ട്. കോച്ചുകൾ പതുക്കെട്ടാണ് കേട്ടോ. പ്രശ്നം എന്ന് വെച്ചാൽ ഇതും മറ്റേ മലബാർ മാവേൽ എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു റേക്കിലിംഗ് അവിടെ 8 റേക്ക് വേണം. അപ്പോൾ ഒരു 8 റേക്കും റീപ്ലേസ് ചെയ്യുമോ, ഇനിയിപ്പോൾ ഇതിനെയും വെസ്റ്റ് കോസ്റ്റിനെ മാത്രം സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമോ എന്നറിയില്ല. ഇതിപ്പോൾ 12602 ആയിട്ട് ചെന്നൈ മെയിലായിട്ട് ഇവിടെ എത്തുന്ന റേക്ക് ഇന്ന് ഉച്ചയ്ക്ക് വെസ്റ്റ് കോസ്റ്റായിട്ട് തിരിച്ചു പോകും. വെസ്റ്റ് കോസ്റ്റ് ആണെങ്കിൽ ഭയങ്കര തിരക്കുള്ള ട്രെയിനാണ്. വെസ്റ്റ് കോസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ് വെസ്റ്റ് കോസ്റ്റ്. ലാസ്റ്റ് കോച്ചിന് മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ബുക്ക്ഡ് ടു PWP ഫോർ POH. അപ്പോൾ POH ചെയ്യാൻ വേണ്ടി പെരമ്പൂർ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന കോച്ചാണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറത്തിറങ്ങി ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ 30573 കാവേരി വാപ്പ് 7. കാവേരി എന്നുള്ള ലോക്കോൻ്റെ പേരാണ്. ഷണ്ടിങ് ആണ്. ഏതൊരു ചെന്നൈ ബേസ്ഡ് ട്രെയിനിൻ്റെ റേക്കാണ്. MGR ചെന്നൈ സെൻട്രൽ അഹമ്മദാബാദ് നവജീവൻ എക്സ്പ്രസിൻ്റെ റേക്കാണ്. യാർഡിലോട്ട് ഷണ്ട് ചെയ്യുന്നു മെയിൻ്റനൻസ്. ഇത് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ BBQ യാർഡിലേക്കാണ് പോകുന്നത്. ഈ ട്രെയിനിന് നാളെ രാവിലെ തിരിച്ചു പോകുള്ളൂ. ഇന്ന് വെളുപ്പിന് എത്തിക്കഴിഞ്ഞാൽ നാളെ വെളുപ്പിനെ തിരിച്ചു പോകുള്ളൂ. ഇതൊരു സ്പെയർ റേക്കും കൂടിയാണ് അവരതിൽ. തൊണ്ടിയാർപേട്ടിൻ്റെ 16859R WDM 3A ഗോൾഡൻ റോക്കിൽ നിന്ന് വന്നാന്ന് തോന്നുന്നു. പച്ച കളർ. കണ്ടോ ഒരുമാതിരി മെട്രോ ട്രെയിൻ പോലത്തെ കളറാണ്. എന്തുകൊണ്ടാണ് പിന്നെ പേയ്മെൻറ്റിന് ഓർഡർ കൊടുക്കാമെന്നറിയില്ല. നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇതിന്. ഇൻറ്റീരിയേഴ്സ് എങ്ങനെയാണെന്നറിയില്ല. എക്സ്റ്റീരിയർക്ക് നല്ല ഫിനിഷിംഗ് ആണ് ഇത്. ഇതുവരെ യാത്ര ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ കണ്ടിട്ടുണ്ട്. ബാക്കിലോട്ട് സാധാരണ ബ്രേക്കാണ്. ഇടയ്ക്കലത്തെ കോച്ച്. ഇത് ഇവിടുത്തെ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. മൊത്തം 3 ഫേസ് ലോക്കോസാണ്. ഇടയ്ക്ക് പുട്ടിൽ പീരാന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒരു വാപ്പ് 4 ഒക്കെ കിടക്കുന്നു. അത്രേ ഉള്ളൂ.
ഈ ട്രെയിന് നമ്മുടെ കോവ എക്സ്പ്രസ്സും ബൃന്ദാവൻ എക്സ്പ്രസ്സുമായിട്ട് റേക്ക് ഷെയർ ഉണ്ട്. ബേസിക്കലി മെയിൻ്റനൻസ് എളുപ്പമാക്കാൻ വേണ്ടിയാണ്. കാര്യം കോവ എക്സ്പ്രസ് നല്ല ദൂരം ഓടുന്നുണ്ട്. തിരിച്ചിടെത്തി രാത്രി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മെയിൻ്റനൻസിന് സമയം തികയാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ബൃന്ദാവൻ എക്സ്പ്രസ്സായിട്ട് റേക്ക് ഷെയറിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കോവ എക്സ്പ്രസ്സായിട്ട് വരുന്ന റേക്ക് ബൃന്ദാവനായിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഫുട് ഓവർ ബ്രിഡ്ജ് ഒരു പൊളിച്ചു കളഞ്ഞു. ഇതാണ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ. അവിടുന്ന് റൈറ്റിലോട്ട് പോകുന്ന ലൈനാണ് കണ്ടില്ല, അതാണ് ടുവേർഡ്സ് ഗുഡൂർ പോകുന്നത്. നമ്മളതിൽ വിജയവാഡ ജനശതാബ്ദിക്ക് നമ്മളതിൽ പോയായിരുന്നു. അതുപോലെ പിനാക്കിനി എക്സ്പ്രസ്സിന് വന്നായിരുന്നു ആ ലൈൻ വഴി. നമ്മൾ ടുവേർഡ്സ് പെരമ്പൂർ തിരിഞ്ഞു. ഈ പ്രദേശത്ത് നല്ലോണം ഈ ആൻറ്റി സോഷ്യൽ എലമെൻസും അതുപോലെ മോഷണമൊക്കെ ഉള്ളതുകൊണ്ട് ഈ പ്രദേശത്ത് എപ്പോഴും ഒരുപാട് പോലീസ് പേഴ്സണൽ ഉണ്ടാവാറുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ നിൽക്കുന്നുണ്ടാവും. ഇവരെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ സ്ക്വാഡ്. ഈ കാണുന്ന ലൈന് ചെന്നൈ ബീച്ച് സൈഡിൽ നിന്ന് വരുന്നതാണ്. ചെന്നൈ ബീച്ചിൽ നിന്ന് വരുന്ന ലൈനാണ്. അത് കൂടാതെ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നൊരു ലൈനുണ്ട്. അത് കുറുക്കുപേട്ട് പോകുന്നൊരു ലൈനാണ്. നമുക്കിതുവരെ അതിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. 1-2 പ്രാവശ്യമൊക്കെ ടിക്കറ്റ് എടുത്തിരുന്നെങ്കിലും ഒന്നിലെ കൺഫേം ആവാണ്ട് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് യാത്ര വേണ്ടിയിട്ടില്ല. റോയപുരത്തിന് 37784 നീൽഗിരി എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ വ്യാസർപാടി ക്യാബിൻ കഴിഞ്ഞ് വ്യാസർപാടി ജീവ സ്റ്റേഷൻ എത്തി. വ്യാസർപാടി ജീവ സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിലാണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റേഷൻ. നമ്മൾ വ്യാസർപാടി എത്തിയപ്പോൾ നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറി. ഈ മെയിൻ ലൈനിൽ തന്നെ വെച്ച് പടച്ച് നമ്മളങ്ങ് പോകും. നമുക്കിനി അരക്കോണത്താണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അരക്കോണത്തിന് 1-2 സ്റ്റേഷൻ മുമ്പായിട്ട് നമ്മൾ സ്ലോ ലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ പല പ്രാവശ്യം വീഡിയോസ് കണ്ടിട്ടില്ല, പുതുമയൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു പോയി എന്ന് മാത്രം. ഇതാണ് പെരമ്പൂർ സ്റ്റേഷൻ. നമ്മൾ നിർത്തല്ല, ഫ്രണ്ടിൽ നിന്ന് സ്പീഡ് റെസ്ട്രിക്ഷൻ ആണ്. നമ്മുടെ സിഗ്നൽ പച്ചയാണ്, നമുക്ക് സ്റ്റോപ്പില്ല ഇവിടെ. പെരമ്പൂർ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമൊക്കെ ഒരു റേസ് ചെയ്ത് ലെങ്ത്ത് കൂട്ടി നല്ല വൃത്തിയാക്കുന്നുണ്ട്. കാര്യം ഒരുപാട് ട്രെയിനുകൾക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ചെന്നൈ ബൈപ്പാസ് ചെയ്ത് പോകുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടി. പണ്ടത്തെ പോലെയല്ല, പണ്ട് ചെന്നൈ ബൈപ്പാസ് ചെയ്ത് പോകുന്ന ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇപ്പോൾ ചെന്നൈ ബൈപ്പാസ് ചെയ്ത് പോകുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്റ്റേഷൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേഷനിൽ ഇനിയും ഫെസിലിറ്റീസൊക്കെ വരണം. ഈ സ്റ്റേഷനിൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ്. പെരമ്പൂർ കണ്ടോ, ബോർഡ് ഇവിടെ ഇരിക്കുന്നത് സ്റ്റേഷൻ നെയിമിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പകുതിക്ക്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. വാപ് 7338 അല്ല 30430 ലാലാഗുഡയുടെ. ഇത് കാവേരി എക്സ്പ്രസ് മൈസൂരിൽ. നമ്മൾ ഈ കാവേരി എക്സ്പ്രസ്സിന് റേക്ക് ഉപയോഗിച്ച് ഓടുന്ന മാൽഗുഡി എക്സ്പ്രസ്സിലൊരു വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മാൽഗുഡി എക്സ്പ്രസ് ഇതേ റേക്ക് ഉപയോഗിച്ചാണ് റൺ ചെയ്യുന്നത്. B2 കോച്ചാണ് C1 ആയിട്ട് ഓടുന്നത്. നമ്മൾ C1-ലായിരുന്നു യാത്ര ചെയ്തത്. അപ്പോൾ അങ്ങനെ കോവ എക്സ്പ്രസ് നമ്മുടെ യാത്ര തുടങ്ങി. കോവ എക്സ്പ്രസ് അങ്ങനെ ജസ്റ്റ് പെരമ്പൂർ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാക്കിൽ നിന്നാണ്, അപ്പുറത്തോട്ട് സൈഡിലാണ് ഈസ്റ്റ്. അപ്പോൾ അവിടെ നിന്ന് സൺറൈസായി വരുന്ന കാണാം നമുക്ക്. നമ്മൾ യൂഷ്വലി ഏർലി മോർണിംഗ് ചെന്നൈയിലോട്ട് വരുന്ന ട്രെയിനുകൾ, ഞാനിപ്പോൾ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, ചെന്നൈയിലേക്ക് വരുന്ന ട്രെയിനുകൾ നമ്മൾ ഏർലി മോർണിംഗ് വരുമ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം വെയിലിങ്ങനെ മുഖത്തേക്ക് അടിക്കും. അപ്പോൾ നമുക്ക് വെയിൽ നമുക്ക് പുറകിൽ ഈ
2 പോസ്റ്റാണ്. മിക്കവാറും ചേരൻ എക്സ്പ്രസ് അങ്ങനെ ഉണ്ടായിരിക്കണം. ആദ്യമ്പോൾ ആലപ്പി ചെന്നൈ കേരളത്തിൽ മറ്റേ ലാൻഡ്സ്ലൈഡ് എന്നാണ് ട്രെയിൻ ചെയ്യുന്നത് വാർത്തയൊക്കെയാണ്. അത് വെച്ച് നോക്കി ഡോറിലേക്ക് വന്നത് പോയി. നമ്മൾ 130 km/h പടപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് തിരുവാലങ്കാട് സ്റ്റേഷൻ. തിരുവാലങ്കാട് നിന്നാണ് നമ്മൾ തിരിയുന്നത്. 12686 തിരുവാലങ്കാട് പാസ്സായി എന്നാണ് വൈറസ് മെട്രെയിൻ കാണിച്ചത്. അപ്പം മിക്കവാറും അത് സ്ലോ ലൈൻ വഴി പോയിട്ടുണ്ടാവും. നമ്മളതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്തായാലും. ഈ സൈഡിൽ ക്രോസ് ചെയ്തില്ല, സ്ലോ ലൈൻ വഴി ചിലപ്പോൾ പോയിട്ടുണ്ടാവും അത്. TCI ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കാർ കാരിയറാണ് BCA-CBM വാഗൺ. അത് 2 ടൈപ്പ് വാഗൺ ഉണ്ട്. BCA-CBM B ഉണ്ട്, BCA-CBM A ഉണ്ട്. ഇവിടെ ഒരു BCA-CBM A ഉണ്ട്. ഇപ്പുറത്തെ എൻഡ് കണ്ടോ, ഇപ്പുറത്തെ എൻഡ് ഫ്ലാറ്റാണ്, ലോവർ ബോട്ടം. ഇപ്പുറത്തെ സൈഡിൽ താഴെ ഒരു റാമ്പ് പോലെ ഉണ്ട്, സ്ലോപ്പ് പോലെ ഉണ്ട്. അത് മറ്റേ കോച്ച് കയറ്റുന്ന റാമ്പുള്ള സ്ഥലത്തിട്ട് റാമ്പിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കും അത് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മളിത് മെയിൻ ലൈനിൽ നിന്ന് ഇറങ്ങുകയാണ്. മെയിൻ ലൈനിൽ നിന്ന് ഇറങ്ങി സ്ലോ ലൈനിലേക്ക് കയറുകയാണ്. ഈ സ്ലോ ലൈനാണ് പിന്നെ അങ്ങോട്ട് നമ്മുടെ മെയിൻ ലൈനാവുന്നത്. അപ്പോൾ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് സ്ലോ ലൈൻ വഴി തന്നെ പോയായിരുന്നു. അത് നമ്മളതിനെ കാണാഞ്ഞത്. ഇപ്പോൾ മെയിൻ ലൈൻ വഴി ഒരു ട്രെയിൻ വരുന്നുണ്ട് അരക്കോണം സൈഡിൽ നിന്ന്. അത് മിക്കവാറും ട്രിവാൻഡ്രം ചെന്നൈ മെയിലായിരിക്കണം. ട്രിവാൻഡ്രം ചെന്നൈ മെയിൽ ഇന്ന് ലേറ്റാണ്. കാരണം ഇന്നലെ കേരളത്തിൽ മറ്റേ മണ്ണിടിച്ചിലുണ്ടായി. അവിടെ കുറേ ട്രെയിനുകൾ ലേറ്റായി. അതിൻ്റെ കൂടുതൽ ഇത് ലേറ്റാണെന്ന് തോന്നുന്നു. ആ 130 km/h അടിച്ച് പറത്തി പോകണം. മീഡിയ 37183 ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത ആദ്യത്തെ സ്റ്റോപ്പ് അരക്കോണത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒരു അഡീഷണൽ ലൈൻ ലേ ചെയ്യുന്നുണ്ടോ അങ്ങേറ്റത്ത്. OHC മാസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഒന്നല്ല 2 ലൈൻ വരുന്നു അഡീഷണലി. പുതുപുത്തൻ ICA-ബിൽഡ് മെമ്മോ EMA ഇറങ്ങിപ്പോൾ വിജയവാഡയുടെ വാഗൺ ആൻഡ് ഹോൾഡ് ബോക്സ് സെൻ്റർ ചെയ്ത് നമ്മളങ്ങനെ അരക്കോണത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ അരക്കോണം കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ ബ്രേക്ക് എടുക്കും. ഞാൻ ക്രോസിങ്സ് ഒന്നും ക്യാപ്ചർ ഇല്ല കുറച്ച് നേരത്തേക്ക്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വാലാജ വരെയെങ്കിലും ഞാൻ അകത്ത് പോയിരിക്കും. കുറച്ച് നേരം അധികം നേരമായിട്ട് നിൽക്കുകയല്ലേ, നല്ല ക്ഷീണം തോന്നി. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടുമില്ല.
ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. സമയം 7:15. സിഗ്നൽ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച് C2. നേരത്തെ കാണിച്ചതാണ്, നേരെ ഒന്നും കൂടി കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളങ്ങനെ ആരക്കോണം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. ആരക്കോണം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ കടപ്പയിലേക്ക് പോകുന്ന ഒരു മെമു നമ്മൾ ഓവർടേക്കുകയാണ്. തിരുത്തണിയിൽ നിന്ന് വരുന്ന മെമു ആണ് ഓപ്പോസിറ്റ് സൈഡിൽ. ാണ് ഇവിടെ 2 ലൈന് ടുവേർഡ്സ് റെനിഗുണ്ട പോകും റൈറ്റിലേക്ക്. ആ ലൈനുകളാണ് ബോംബെ ലൈനുകൾ. ഈ കാണുന്ന 2 ലൈനാണ് ബോംബെയിലേക്ക് പോകുന്നത്. ഇത് റെനിഗുണ്ടയിലേക്ക് പോയിടുന്നത്. ഇതാണ് മേൽപ്പാക്കം ബൈപ്പാസ് ലൈന്. ഇതാണ് മേൽപ്പാക്കം ബൈപ്പാസ് ക്യാബിൻ. ഇഷ്ടംപോലെ അൺറിസർവ്ഡ് യാത്രക്കാർ കയറുന്നുണ്ട്. AC കോച്ചായാലും അതൊന്നും ഇവർ തടയുന്നൊന്നുമില്ല അങ്ങനെ. പക്ഷേ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കെന്നാൽ നമ്മുടെ കോച്ചിനോട് കയറാം. ഇതാണ് നമ്മുടെ കോച്ച്. ഒരു ചായ കാപ്പി വെള്ളം കിട്ടിയ കുടിക്കായിരുന്നു. ഈ സീറ്റിന് റിവ്യൂ ചെയ്തില്ലായിരുന്നല്ലോ. ഈ സീറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ട്രാവൽ ചെയ്തതിനെക്കാട്ടും കംഫർട്ടബിളാണ്. നല്ല ഹെഡ് റെസ്റ്റാണ്. ഹെഡ് റെസ്റ്റിന് സൈഡിൽ ഇതെല്ലാം നമ്മൾ വീണ് പോയില്ല ഉറങ്ങിപ്പോയാലും. നല്ല സീറ്റാണ്. വിട്ട് കുറവാണ് സീറ്റിന്. അത് ജനറലി AC ചേർക്കാറിൽ പേരുള്ള 3 സീറ്റുള്ള സീറ്റുകൾക്ക് വിട്ട് വളരെ കുറവാണ്. നല്ല സംഭവം കൊള്ളാമല്ലോ. അടിപൊളിയായിട്ടുണ്ട് ഈ സീറ്റ്. നമ്മളിപ്പോൾ വലാജ റോഡിലെത്തി. പുറത്തു മടി പുറത്തോട്ട് പോകുന്നില്ല. പുറപ്പെടുക നമ്മുടെ കോച്ചിൽ എയർ ലീക്കായിട്ട് ട്രെയിൻ സഡനായിട്ട് ഇങ്ങനെ നിന്നു. നമ്മുടെ കോച്ചിൻ്റെ ഫയർ അലാം വർക്ക് ചെയ്യാത്താണ് പ്രശ്നം. ആരോ സിഗരറ്റ് വലിച്ചോ എന്താണെന്ന് തോന്നുന്നു. നമ്മുടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സ്റ്റാഫുകളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോച്ചിൽ ആരോ സിഗരറ്റ് വലിച്ചു. സ്മോക്ക് മറ്റേ ഫയർ അലാം ആക്ടിവേറ്റ് ആയി. ഫയർ അലാമിൻ്റെ അലാം സിസ്റ്റം ഓഫായി കിടക്കുമായിരുന്നു. അതുകൊണ്ട് അലാം അടിച്ചില്ല, പക്ഷേ ബ്രേക്ക് അപ്ലൈ ആയി. അങ്ങനെ ട്രെയിൻ നിന്നു. ഞാൻ നമ്മുടെ അകത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അകത്ത് പോയിട്ട് യൂട്യൂബിൽ ചുമ്മാ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വണ്ടി സഡനായിട്ടങ്ങ് നിന്നു. ഇവിടെ എന്തോ ഒരു അണ്ടർ പാസ് പോലെ എന്തോ പണിയുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. മറ്റേ ലിമിറ്റഡ് യൂസ് സബ്വേ ആണെന്ന് തോന്നുന്നു. കാര്യം ബോക്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്പ്4 ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. ആരക്കോണത്തിന് 22765. നമ്മുടെ തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പുറത്തെ കോച്ചിന് ഭയങ്കര ഫ്ലാറ്റ് വീലാണ്. നമ്മുടെ കോച്ചിന് അത്ര ഇല്ല. നമ്മുടെ കോച്ചിന് ഫ്ലാറ്റ് വീലില്ല. വളരെ യുണീക്കായിട്ടുള്ള മലകളാണ് ഇവിടെ.
ഗുരുവായൂർ എത്തി. ഇത് കഴിയുമ്പോഴാണ് തോന്നുന്നു മറ്റേ പാലമുള്ളതൊരു പെണ്ണ നദി കൂടെയുള്ള പാലം. പാലത്തിന് പണ്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ കാട്ട്പാടിയിലോട്ട് വലിയ ദൂരമില്ല. കാട്ട്പാടി നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. പിന്നെ ഒന്ന് കാട്ട്പാടി എത്തുമ്പോൾ ഈ ബ്രേക്കിൻ്റെ പ്രശ്നം അവർ വന്ന് ചെക്ക് ചെയ്യും തോന്നുന്നു. അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കാര്യം ഇപ്പം നമ്മുടെ കോച്ച് ഐസൊലേറ്റ് ചെയ്ത് വിട്ടിരിക്കുകയെന്നാണ് ഗാർഡ് ഒന്ന് വാക്കിക്കാക്കി പറഞ്ഞത്. അത് ഏതായിരുന്നു ട്രെയിനെന്ന് അറിയില്ല. ഇടയ്ക്ക് വെച്ച് സഡനായിട്ട് വീഡിയോ റെക്കോർഡിങ് കട്ടാവുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല, വീഡിയോ റെക്കോർഡിങ് ഇങ്ങനെ കട്ടാവുന്നത്. പെണ്ണ അല്ല, പൊന്നൈ നദിയാണ്. പൊന്നൈ നദിക്ക് കുറുകെയുള്ള പാലമാണ്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ആക്ച്വലി ഒരു വളരെ പഴയ പാലമാണ്. അതായത് ഒരു സെഞ്ച്വറിക്ക് മേലെ പഴക്കമുള്ളൊരു പാലമാണ്. അപ്പോൾ ഇതിന് 2-3 വർഷം മുമ്പുള്ളൊരു ഫ്ലഡിൽ ഇതിൻ്റെ അടിത്തറയ്ക്ക് ഫൗണ്ടേഷന് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഫൗണ്ടേഷൻ ഒരു സ്ട്രെങ്തൻ ചെയ്ത് പാലം മൊത്തത്തിൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ആർച്ച് ബ്രിഡ്ജാണ്. അപ്പുറത്തെ പാലത്തിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പുറത്തുള്ള കുറേ കൂടി പുതിയ പാലമാണ്, PSC ഗാർഡർ ബ്രിഡ്ജാണ് അപ്പുറത്തുള്ളത്. അപ്പം നമ്മുടെ 2-3 വീഡിയോസ് ഞാനിത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ് അധികം ദൂരവും ഇല്ല. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്കൊന്ന് 2 സ്റ്റേഷൻ കൂടി തോന്നുന്നു കാട്ട്പാടി എത്താൻ. സേവൂർ സ്റ്റേഷൻ എത്തി. അടുത്ത സ്റ്റേഷനാണ് കാട്ട്പാടി. ത്രീ 417 രായപുരത്തിൻ്റെ സ്റ്റേഷൻ. ഇത് തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ മറ്റേ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് വരാവൽ എക്സ്പ്രസ്സിന് ടേക്ക് ഓവർ ഓടുന്ന ട്രെയിനാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് തിരുപ്പതിയിൽ നിന്ന് വരുന്ന ലൈൻ കാണാം. തിരുപ്പതിയിലോട്ട് വരികയും പോവുകയും ചെയ്ത ലൈന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇത് എന്താ പറയുന്നത്, ലാസ്റ്റ് ടൈം നമ്മുടെ കോയമ്പത്തൂർ തിരുപ്പതി ഇൻ്റർസിറ്റിക്ക് നമ്മൾ ഇതിലായിരുന്നു യാത്ര ചെയ്തത്. ഇവിടുത്തെ ലൂപ്പ് ലൈന് പണ്ട് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റിയോ, ഭയങ്കര സ്ലോ ആയിട്ടാണല്ലോ കയറുന്നത്. എൻ്റെ 30 km/h വന്ന സ്പീഡിലും കയറി പോകാറുള്ളത്. നമ്മൾ ജസ്റ്റ് ലൂപ്പിലേക്ക് കയറുന്നു. മെയിൻ ലൈനിൽ ഫ്രൈഡർ കിടപ്പുണ്ട്. അത് അങ്ങേ അറ്റത്ത് തിരിഞ്ഞു പോകുന്നതാണ് തിരുപ്പതി ലൈന്. ഇവിടുന്ന് ചിത്തൂർ വഴി പാക്കാലയിലേക്ക് പോകുന്ന ലൈനാണ്. പാക്കാലയിൽ വെച്ചത് ധർമ്മവരം തിരുപ്പതി ലൈനോടെ ജോയിൻ ചെയ്യും. ബുസാവലിൽ 2285 ഇവിടെ കിടപ്പുണ്ട് സ്പെയർ ലോക്കുമായിട്ട്. ലൈവ് ഫ്രൈറ്ററാണ്, ഗാർഡുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ എത്തിയതോടെ അറ്റൻഡ് ചെയ്യാൻ ക്രൂ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. വണ്ടി വന്ന് നിന്നതും CNW സ്റ്റാഫ് വണ്ടി ചെക്ക് ചെയ്ത് ബ്രേക്കിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എത്തിയിട്ടുണ്ട്. കറക്റ്റ് കോച്ച് പൊസിഷൻ്റെ അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ വരാം. അതാണ് കാട്ട്പാടി ജംഗ്ഷൻ. നമ്മൾ പുറപ്പെടാമെന്ന് തോന്നുന്നു. വിസിലടി കേട്ടായിരുന്നു. സ്റ്റാർട്ടറായിട്ടുണ്ട്, ആംബർ സ്റ്റാർട്ടറാണ്. ഇപ്പോൾ നമ്മൾ കാട്ട്പാടിയിൽ നിന്ന് സ്റ്റാർട്ടും ചെയ്തു. വളരെ പെട്ടെന്നായിരുന്നു, നിർത്തിയെടുത്തു. വണ്ടി നിർത്തിയാണ് സ്റ്റാഫ് ഒന്ന് നോക്കുകയും ചെയ്തായിരുന്നു. ഇപ്പോൾ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ വളരെ ക്വിക്കാട്ടോ. മെസ്സേജ് വന്നു, ട്രെയിൻ വന്നു, കറക്റ്റ് കോച്ച് പൊസിഷനിൽ സ്റ്റാഫ് നിൽക്കേണ്ടായിരുന്നു. വണ്ടി നിന്നുകൊണ്ട് നോക്കി, എക്സ്ട്രാ ഡിറ്റൻഷൻ ഒന്നും ഇല്ലാണ്ട് വണ്ടി അവരെ ക്ലിയർ ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനെ കാട്ട്പാടി സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാണ്. നേരത്തെ നമ്മൾ ഈ ബോക്സ് ജനറേക്ക് ഇത് ലൈവ് ഫ്രൈറ്ററാണ്. ട്വിൻ G9s ആണ് ലോക്കോ. അത്യാവശ്യം പുതിയ ലോക്കോസാണ്. 43678 43679. അജ്നി ഷെഡിൻ്റെ ലോക്കോസാണ്. മീൻവെൽ അപ്പുറത്ത് വിഴുപ്പുറം തിരുപ്പതി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. വിഴുപ്പുറം തിരുപ്പതി എക്സ്പ്രസ് തന്നെ മറ്റേ തിരുവണ്ണാമല വഴി വരുന്ന ട്രെയിനാണ്. നമ്മൾ ആ റൂട്ട് വഴി ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള റൂട്ടാണത്.
അരക്കോണത്തിന് വാപ്പ് 4 ആണ് അതിന്. 22768. ഇതാണ് വിഴുപ്പുരം തിരുപ്പതി എക്സ്പ്രസ്. പഴയ പാസഞ്ചർ കിലോമീറ്ററിൻ്റെ ബേസിസിൽ എക്സ്പ്രസ്സായി. ഇപ്പോഴും പാസഞ്ചറിന് എല്ലാ സ്ഥലത്തും നിർത്തിയേ പോവുള്ളൂ. നമ്മളൊരു ട്രെയിൻ നമ്മൾ തിരുപ്പതിയിൽ നിന്ന് കാട്ട്പാടി വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ കാട്ട്പാടിയിൽ നിന്ന് വിഴുപ്പുരത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ആ മരങ്ങളുടെ പുറകെ കൂടെ പോകുന്ന ലൈനാണ് വിഴുപ്പുരത്തേക്ക് പോകുന്ന ലൈന്, തിരുവണ്ണാമല വഴി വിഴുപ്പുരം. ആ ലൈനാണ് പിന്നെ വന്നിട്ട് ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി പോകുന്നത്. താഴെ കൂടെ ഒരു വാപ്സോൺ ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട്. 3729 SSS ഹുബ്ബള്ളി ചെന്നൈ സെൻട്രൽ വീക്കിലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ലാൽഗുഡയുടെ ഇത് KSR ബംഗളൂരു ചെന്നൈ സെൻട്രൽ ശതാബ്ദി എക്സ്പ്രസ് ആണ്. സമോസ കട്ട്ലറ്റ് കട്ട്ലറ്റ് മേടിച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പറയാൻ പറഞ്ഞാലും 3 നമുക്ക് തണുത്തിരിക്കാൻ എനിക്കൊന്ന് ചെന്നൈയിൽ നിന്ന് ലോഡ് ചെയ്താന്ന് തോന്നുന്നു. എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് തണുത്തിരിക്കുകയാണ്, റബ്ബറിയാണ്. നമ്മൾ ഇന്നലെ മറ്റേ വണ്ടി കഴിച്ചതിൻ്റെ 7 അലത്ത് വരില്ല. ഒട്ടും ക്രിസ്പൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ആ കട്ട്ലറ്റ് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. കട്ട്ലറ്റ് എനിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ സാധാരണ റെയിൽവേ കട്ട്ലറ്റിൻ്റെ ആ ഒരു ഇതുപോലും വന്നില്ല. പിന്നെ കുഴപ്പമില്ല, മാനേജ് ചെയ്തു, കഴിച്ചു തീർന്നു. നമ്മുടെ ഇന്നത്തെ ഇൻ്റർസിറ്റിയുടെ കട്ട്ലറ്റ് പോലെ വന്നിട്ടില്ല. മുരുടേശ്വർ കാച്ചിഗുഡ എക്സ്പ്രസ് ആണ്. പഴയ മാംഗ്ലൂർ കാച്ചിഗുഡ, ഇപ്പോൾ മുരുടേശ്വർ കാച്ചിഗുഡ എക്സ്പ്രസ് ആണ് പോയത്. ഈ കാണുന്നത് നാഷണൽ ഹൈവേ ആണ്, ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്നത്. വാപ്സൺ ഹോളിലെ ട്രെയിനാണ് വരുന്നത്. ലാൽബാഗ് എക്സ്പ്രസ് ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ലാൽബാഗ് എക്സ്പ്രസ് പോയി. നമ്മളിപ്പോൾ ആമ്പൂർ സ്റ്റേഷനോട് കയറാൻ പോകണം. ആമ്പൂർ നല്ല ഭീമമായ തിരക്ക് കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക്. കണ്ടോ, നല്ല ഭീമൻ തിരക്കാണ് നമുക്കുള്ളത്.
ട്രെയിൻ നിൽക്കാൻ കാത്തു നിൽക്കുന്നില്ല, ആൾക്കാർ ഓടുകയാണ്. അപ്പം നമ്മളങ്ങനെ ആമ്പൂർ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ആമ്പൂർ. നമ്മളങ്ങനെ ജോലാർപേട്ടിനെ കണ്ടുപിടിക്കുന്നു. നമ്മൾ ജസ്റ്റ് ജോലാർപേട്ട സ്റ്റേഷനോട് പ്രവേശിക്കുകയാണ്. ജോലാർപേട്ട വരെയാണ് 130 kmph ഫിറ്റ് ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് 110 kmph ആണ് നമുക്ക് ടുവേർഡ്സ് സേലം. ടുവേർഡ്സ് ബാംഗ്ലൂർ വീണ്ടും 130 kmph ആണ്. മൈസൂരിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ജസ്റ്റ് ജോലാർപേട്ട സ്റ്റേഷനോട് കയറുന്നുണ്ട്. प्लेटफॉर्म नंबर 1 पर खड़ी है. നമ്മളെ കാണാൻ പറ്റും ഗ്ലാസ്സിൽ. അങ്ങനെ വന്ദേ ഭാരത് പോയി. ഇനിയിപ്പോൾ ആക്ച്വലി ഇതിന് മുമ്പേ പോകേണ്ട ഒരു വന്ദേ ഭാരത് ഉണ്ടായിരുന്നു, കോയമ്പത്തൂർ ചെന്നൈ വന്ദേ ഭാരത്. അത് ലേറ്റാണ്, അതിന് ഇതിൻ്റെ പുറകെ പോകുള്ളൂ. അത് കൂടാതെ നമ്മളിന്ന് മധുരൈ ബാംഗ്ലൂർ വന്ദേ ഭാരതും കൂടെ നമ്മളിന്ന് ക്രോസ് ചെയ്യും. അപ്പോൾ നമ്മൾ പുറപ്പെട്ടു പോയി. കൊടി കണ്ടില്ലേ, ചെറിയൊരു ജെർക്കോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്. നമ്മളങ്ങനെ ജോലാർപേട്ട ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 2-3 ഹൈ പ്രൊഫൈൽ വണ്ടികൾ വരാനുണ്ട്. ഹൈ പ്രൊഫൈൽ വണ്ടികൾ എന്ന് പറഞ്ഞാൽ തിരക്ക് വലിക്കുന്ന വണ്ടികൾ. ഒന്ന് നമ്മുടെ തിരുപ്പതി ഇൻ്റർസിറ്റി, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ മൈസൂർ ചെന്നൈ ഇൻ്റർസിറ്റി, പിന്നെ അതുപോലെ കോയമ്പത്തൂർ ചെന്നൈ ഇൻ്റർസിറ്റി. എന്നിങ്ങനെ 3 ഇൻ്റർസിറ്റീസ് ഏറെക്കുറെ ഒന്നിന് പുറകെ ഒന്നായിട്ട് തന്നെ ഇനിയിപ്പോൾ വരാനായിട്ടുണ്ട് അവർ. നമ്മളങ്ങനെ ജോലാർപേട്ടയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇനിയുകൊണ്ട് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് മൊറപ്പൂരിലാണ്. മൊറപ്പൂർ കഴിഞ്ഞാൽ പിന്നെ സേലം, ഈറോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ. അപ്പോൾ ബാംഗ്ലൂർക്കുള്ള ലൈന് റൈറ്റോട് തിരിഞ്ഞു വന്നിവിടെ കാണാം. ബാംഗ്ലൂർ ലൈൻ റൈറ്റോട് തിരിഞ്ഞു പോകും, നമ്മൾ നേരെ പോകും. ഈ റാമ്പ് ഇറങ്ങി വരുന്നത് നമ്മുടെ തന്നെ അപ്പ് ലൈനാണ്. ഇവിടെ റൈറ്റ് സൈഡിലുള്ളതാണ് ബാംഗ്ലൂർക്കുള്ള ബൈപ്പാസ് ലൈന്. ഇതാണ് ബാംഗ്ലൂർ ബൈപ്പാസ് ലൈന്, ബാംഗ്ലൂർക്ക് പോകുന്ന ബൈപ്പാസ് ലൈന്.
നമ്മളിപ്പോൾ സേലം ഡിവിഷനിലോട്ട് കയറി, ചെന്നൈ ഡിവിഷനിൽ നിന്ന് ഇറങ്ങി. ഇതാണ് കോയമ്പത്തൂർ ചെന്നൈ വന്ദേ ഭാരതം. ഈ സേലം ജോലാർപേട്ട സെക്ഷനിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വരികയാണെന്ന് തോന്നുന്നു. പുതിയ സിഗ്നൽ പോസ്റ്റുകളുണ്ട് എവറി കിലോമീറ്റർ. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉദയ എക്സ്പ്രസ് പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ നേരം 130 kmph പറക്കൽ കഴിഞ്ഞിട്ടേ ഇപ്പോൾ നല്ല ശാന്തവും സമാധാനമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ 110 kmph കയറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ശാന്തതയായി. പിന്നെ 130 kmph ഡോറിൽ നമുക്ക് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി കുഴപ്പമില്ല, 110 നമുക്ക് പരിചയമുള്ള ടെറിട്ടറിയാണ്. ഇതാണ് സാമൽപട്ടി സ്റ്റേഷൻ. 30784 കോയമ്പത്തൂർ തിരുപ്പതി ഇൻ്റർസിറ്റിയാണ്. അടിപൊളി BTP ആയിരുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ കോയമ്പത്തൂർ ചെന്നൈ ഇൻ്റർസിറ്റി വരുന്നുണ്ട്. ആണല്ലോ. അത്യാവശ്യം നല്ല പിടപെടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മൊറപ്പൂർ എത്താറുണ്ട്. ഏകദേശം മൊറപ്പൂറാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഇത് പെണ്ണാർ നദിക്ക് കുറുകെയുള്ള പാലമാണ്. പെണ്ണാർ നദി കണ്ടോ, അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. മധുരൈ വന്ദേ ഭാരത് അവിടെ തേപ്പ് കിട്ടി കിടക്കുന്നുണ്ട്. അത് മധുരൈ ടു ബംഗളൂരു കണ്ടോൺമെൻറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു. അതിനപ്പുറത്ത് കിടന്നത് ഈറോഡ് ജോലാർപേട്ട പാസഞ്ചർ ആയിരുന്നു. ദൊഡ്ഡംപട്ടി സ്റ്റേഷനായിരുന്നു അത്. ഈ ബോർഡിൻ്റെ ഹോൾഡർ ഉണ്ടല്ലോ, ബോർഡിൻ്റെ ഹോൾഡറിന് പ്രോപ്പറായിട്ടുള്ള ലോക്കുണ്ട്. ആ ലോക്ക് ചീത്തപ്പെട്ട് നന്നാക്കുന്നതിന് പകരം അമ്മമാർ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സാധാരണ ബാത്റൂമിന് വയ്ക്കുന്ന മറ്റേ ടവർ ബോൾട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൊറപ്പൂർ സ്റ്റേഷനോട് കയറാണ്. അവിടെ ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ കിടപ്പുണ്ട്. അത് ഏതാണെന്ന് അറിയാൻ മേല.
കിടക്കുന്ന ലാലാഗുഡയുടെ 39246 ആണ് ലോഗോ. വൈകി ഓടുന്ന എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റാണ് 22669. നല്ലോണം ലേറ്റ് ആയിരുന്നു പട്ന. അപ്പോൾ നമ്മൾ ജസ്റ്റ് മൊറപ്പൂരിൽ നിന്ന് എടുക്കാൻ പോന്നു. മൊറപ്പൂരിൽ നിന്ന് എടുക്കുന്നതിനുള്ള കൊടി വീശി കഴിഞ്ഞ സമയം 10:17. പ്ലാറ്റ്ഫോമിൽ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കുണ്ട് പ്ലാറ്റ്ഫോമിൽ. നമ്മൾ ജസ്റ്റ് മൊറപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നു. എനിക്കൊന്ന് എറണാകുളം പട്ടണം മറ്റേ വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്ത് പോയതായിരിക്കും. വന്ദേ ഭാരത് ഇപ്പോഴും അപ്പുറത്തെ ഇത് കിടക്കുന്നതുകൊണ്ട് ഇവനിവിടെ കിടക്കായിരിക്കും ഇപ്പോഴും. പട്ന എക്സ്പ്രസ്സിലെ തിരക്കുണ്ടോ കോച്ചുകളിലൊക്കെ? ജാലിയൻ വാലാബാഗാണ്. ജാലിയൻ വാലാബാഗല്ല, സോറി, വാഗൺ ട്രാജഡിയാണ്. അത്രയില്ല, എന്നാലും വാതുക്കലും എല്ലാ സീറ്റിലും നിറച്ച ആളുണ്ട്. AC കോച്ചുകളിൽ ഡോർ അത്യാവശ്യം ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ മൊറപ്പൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് ക്രോസിംഗ് ഒന്നുമില്ല. ഇവിടെ ഒരു സ്ലീപ്പർ ഫാക്ടറിയോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അത് ഇവിടെയാണ് ബൊമ്മിടിയാണോ ഓർമ്മയില്ല. അവിടെ എന്തായാലും വലിയ സ്ലീപ്പർ ഡിപ്പോ ഉണ്ട്. ഗോൾഡൻ ട്രാക്കിന് 12860 കിടക്കുന്നുണ്ട് ട്രാക്ക് മെഷീനുമായിട്ട്. തമിഴ്നാട്ടിൽ കൂടെ ഓടുന്ന ഇൻ്റർസിറ്റികൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണിത്. തക്കാളി സൂപ്പ്. ഒരുവിധം എല്ലാ ഇൻ്റർസിറ്റിയിലും ഇത് മേടിക്കാൻ കിട്ടും. ഇതിനകത്ത് അവൻ മറ്റേ ബ്രെഡ് വറുത്തൊന്നും ഇട്ടില്ല, സൂപ്പ് മാത്രം. നല്ല കൊഴുത്ത സൂപ്പാണ്. കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കൊള്ളാം, നല്ല സൂപ്പാണ്. നല്ലോണം കുരുമുളക് ഇട്ടിട്ട് നമ്മുടെ ഗാർഡ് സെക്ഷനിലേക്ക് കയറി. നമുക്ക് 2 ക്രോസിംഗ് മിസ്സായി. 2 വിവേക് എക്സ്പ്രസ്സും ബാക്ക് ടു ബാക്ക് പോയി. അതായത് മാംഗ്ലൂർ ചന്ദ്രകാശി വിവേക് എക്സ്പ്രസ്സും അതുപോലെ ദിബ്രുഗറിലേക്ക് പോകുന്നത് കന്യാകുമാരി ദിബ്രുഗർ വിവേക് എക്സ്പ്രസ്സും ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് പോയത്. അത് 2 ഞാൻ പ്രതീക്ഷിച്ചില്ല. 2 നമുക്ക് മിസ്സായി. നമ്മളിപ്പോൾ ലോക്കൂർ എത്തി. ലോക്കൂറും ഡാനിഷ്പേട്ടും ഇടയ്ക്കാണ് നേരത്തെ പറഞ്ഞ ഗാർഡ് സെക്ഷൻ ഉള്ളത്. ഇതാണ് ലോക്കൂർ സ്റ്റേഷൻ. ഇവിടുന്ന് ഡാനിഷ്പേട്ട് വരെയുള്ള സ്ട്രെച്ച് ട്വിൻ സിംഗിൾ ലൈൻസ് ആണ്. ഇവിടെ നമുക്ക് 2 ലൈനിലും അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽസ് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു സ്ട്രെച്ചാണിത്. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച കാണാനുണ്ട്. വെസ്റ്റ് കോസ്റ്റ് ആയിരിക്കും മിക്കവാറും. ഇതാണ് ഡാനിഷ്പേട്ട് സ്റ്റേഷൻ.
അതായിരുന്നു വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്. ഇനി നമുക്ക് സേലം വരെ ക്രോസിംഗ് ഒന്നുമില്ല, ഇനി സേലം എത്തിയിട്ട് ക്രോസിംഗ് ഉള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞത്, ആ ചന്ദ്രകാശി വിവേക സത്യം പറഞ്ഞാൽ എൻ്റെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല വണ്ടി. ഇത് വേവിച്ച കടല സീസണിങ് ഒക്കെ ചെയ്തത് സുണ്ടൽ എന്ന് പറയും. ഇന്നലെ നമ്മൾ പോയ വണ്ടിയിലുണ്ട്, പക്ഷേ ഇന്നലെ കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. നമ്മൾ വലിയ ഡിലേയിലാണ് വന്നിരിക്കുന്നത്, ചെറിയ ഡിലേ ആണെന്ന് തോന്നുന്നു. സിഗ്നൽ കണ്ടു, ഒരു രൂപ വെള്ളം മേടിക്കണം, അപ്പോഴേക്കും വെള്ളം മേടിച്ചിട്ട് വരാം. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. വണ്ടി ഒരു 3 മിനിറ്റ് ലേറ്റാണ്, 2 മിനിറ്റ്, 11:07 ആയിട്ടുള്ളൂ. 11:05 ടൈം, 11:07 മിനിറ്റ് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്രോസിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തെ നമുക്കൊന്നും ഉണ്ടാവില്ല, ക്രോസിങ്സ് ഒന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ സേലം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പുറകെയുള്ള ശതാബ്ദി എക്സ്പ്രസ് ഇവിടെ അനൗൺസ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കില്ല, കോയമ്പത്തൂർ നമ്മുടെ പുറകെ തന്നെ വരുള്ളൂ. അപ്പോൾ അതായിരുന്നു സേലം ജംഗ്ഷൻ. അങ്ങേറ്റത് സേലം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിൻ്റെ റേക്കാണ്, സെൻട്രൽ റെയിൽവേയുടെ റേക്കാണ്. അപ്പോൾ ഇവിടുന്ന് 2 ലൈനുകൾ പോകുന്നുണ്ട്, ഒന്ന് വിരുദാചലത്തേക്കും മറ്റൊന്ന് നാമക്കൽ വഴി കരൂരിലേക്കും. ഈ പോകുന്നതാണ് വിരുദാചലത്തേക്കുള്ള ലൈൻ, ബാക്കിയൊക്കെ കാണിച്ചിട്ടുള്ളതുകൊണ്ട്. റോയപുരത്തിന് 30389 ആണ് ലോക്കോ. ഇതാണ് 11014 കോയമ്പത്തൂർ ടു മുംബൈ ലോക്മാന്യ തിലക് ടെർമിനസ് എക്സ്പ്രസ്. അപ്പം നമുക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നമ്മുടെ കോച്ചിനകത്ത് AC ഓഫായി പോയി. കുറച്ച് നേരമായിട്ട് ഇപ്പോൾ AC ഓഫായി, ഇടയ്ക്ക് ചെറിയൊരു കാറ്റ് വന്ന് വീണ്ടും AC ഓഫായി. പിന്നെ ഇപ്പോൾ കോയമ്പത്തൂർ വിട്ട് നിന്ന് പ്രോപ്പറായിട്ടൊരു ലഞ്ച് കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ നിന്നൊരു ലെമൺ റൈസ് മേടിച്ചു, കോയമ്പത്തൂർ വരെ എത്താനുള്ളതിന്. കാര്യം കോയമ്പത്തൂർ എത്തിയിട്ട് പ്രോപ്പറായിട്ട് പുറത്ത് ലഞ്ച് കഴിക്കാൻ നമുക്ക് പിന്നെ അവിടെ നിന്ന് 4 മണിക്ക് ട്രെയിനുള്ളൂ. നമ്മൾ ഏകദേശം 2 മണിക്കൂർ കോയമ്പത്തൂർ പോസ്റ്റാവും. അപ്പോൾ ആ സമയം നമുക്ക് പുറത്ത് നല്ലൊരു ലഞ്ച് കഴിക്കാമല്ലോ. ഇന്നിപ്പോൾ മേടിച്ചിരിക്കുന്ന ലെമൺ റൈസാണ്. ലെമൺ റൈസിൻ്റെ കൂടെ ഒരു ലെമൺ പിക്കിളും തന്നിട്ടുണ്ട്. അപ്പോൾ ലെമൺ റൈസ് സംഭവം വളരെ നന്നായിട്ട്. അതായിരുന്നു കാവേരി നദിക്ക് കുറുകെയുള്ള പാലം. ഇവിടുന്ന് 2 ലൈന് 2 ഡയറക്ഷനിൽ പോകും.
ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ മറ്റേ എറണാകുളം ബാംഗ്ലൂർ ഇൻഡർസിറ്റിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ലെമൺ റൈസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഭക്ഷണം കൊള്ളാം, വലിയ കുഴപ്പമില്ല. കട്ട്ലറ്റ് ഇത്തിരി ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. സൂപ്പ് നല്ലതായിരുന്നു, ചായ കുടിച്ചത് കോഫി കുടിച്ചതൊക്കെ നല്ലതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റേഷനിൽ നിന്ന് കഴിച്ചുകൊണ്ട് ഞാൻ ഇതിലൊന്നും മേടിച്ചില്ല. പിന്നെ ഇതിലും ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ്ലി സ്റ്റേഷനിൽ ഓടിയിട്ടുണ്ടാവാനാണ് സാധ്യത. കാര്യം അത്ര ഏർലി മോർണിംഗ് ഇതിനകത്തൊന്ന് കുക്ക് ചെയ്ത് വിൽക്കാനുള്ള സമയം കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. നമുക്ക് ഈറോഡ് സ്റ്റോപ്പുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ തിരുപ്പൂരാണ് സ്റ്റോപ്പുള്ളത്. ഈറോഡിനും തിരുപ്പൂരിനും ഇടയ്ക്ക് നമുക്ക് ഷെഡ്യൂൾഡ് ക്രോസിങ്സ് ഒന്നുമില്ല, ഒരു ഡ്രൈ റണ്ണായിരിക്കും. തിരുപ്പൂർ മുതൽ കോയമ്പത്തൂർ വരെ അങ്ങ് ചെറവറാന്ന ക്രോസിങ്ങളാണ്. ഈ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ വാഴ കൃഷിയുണ്ട്. ഇതുപോലെ തന്നെയാണ് ട്രിച്ചി റൂട്ട്. നമ്മൾ ഇവിടുന്ന് കരൂർ റൂട്ടിൽ പോകുമ്പോഴും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വാഴ കൃഷി കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വരുന്ന നേന്ത്രൻ്റെ നല്ലൊരു ശതമാനവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, അല്ലാണ്ട് ഇപ്പം കേരളത്തിൻ്റെ നേന്ത്രൻ കൃഷിയൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പഴം നമുക്ക് ഇപ്പോൾ നേന്ത്രൻ്റെ കാര്യം പറയുന്നത്, നേന്ത്രൻ നമുക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന നേന്ത്രനും പിന്നെ കേരളത്തിലുണ്ടാകുന്ന നേന്ത്രനും അതുപോലെ പുറത്തുനിന്ന് വരുന്ന നേന്ത്രനും നമുക്ക് ടേസ്റ്റിനൊക്കെ വ്യത്യാസം മനസ്സിലാവും. കേരളത്തിൽ നിന്ന് വരുന്ന ജനറലി പഴം കുറച്ചും കൂടി ചെറുതായിരിക്കും, പിന്നെ നല്ല മധുരം ഉണ്ടാവും. പുറത്തുനിന്ന് വരുന്നതിന് പഴത്തിന് നല്ല വലിപ്പം ഉണ്ടാവും, പക്ഷേ അതിന് മധുരം ഉണ്ടാവില്ല. ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് കടത്തി വിടുന്നതാണെന്ന് തോന്നുന്നു. നല്ല പതയുണ്ട് അതിനാട്ടിൽ. അപ്പോൾ ആ കാണുന്ന ഇലക്ട്രിഫൈഡ് ലൈന് ആണ് കരൂർ ലൈന്. അത് സിംഗിൾ ലൈനാണ്. നമ്മൾ അതുവഴി 2-3 പ്രാവശ്യം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി പോകണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഒന്നും നടക്കുന്ന നടപടിയാവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒന്നും കൂടി പോകും. ഈ കാണുന്ന ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡിന് ഇരിക്കുന്ന ഒരു ഓഫീസസും ഒക്കെയാണ്. അത് കാണുന്ന RPFൻ്റെ ഓഫീസിന് അപ്പുറത്ത് ഓഫീസിലുള്ള എൻട്രൻസ് വരുന്നു. ഇതാണ് ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ്. ഇലക്ട്രിക് ലോക്കോ ഷെഡ് ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് മറ്റേ ലൈനിൽ നമ്മൾ ടുവേർഡ്സ് ചെന്നൈയുള്ള ലൈനിൽ പോകുമ്പോഴാണ് കാണുന്നത്. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരു പുതിയ വാട്ടർ ടാങ്ക് വരുന്നുണ്ട് കേട്ടോ. അതിനപ്പുറത്ത് പഴയ 2 വാട്ടർ ടാങ്ക്സ് ഉണ്ട് കേട്ടോ, ഇരുമ്പിൻ്റെ. ഇവിടെ നല്ല വെയിലാണ്, വെയിലിന് നല്ല ചൂടുണ്ട്. നമ്മളിന്ന് വൈകുന്നേരം കേരളത്തിലേക്ക് കയറാം. ശരിക്കും എൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോവ എക്സ്പ്രസ് പോയിട്ട് നമ്മൾ കോയമ്പത്തൂർ നമ്മൾ 2 മണിയാകുമ്പോഴേക്കും നമ്മൾ കോയമ്പത്തൂർ എത്തും. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തുമ്പോഴേക്കും മറ്റേ കണ്ണൂർ വണ്ടി പോവും. കണ്ണൂർ വണ്ടി കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് അതിന് കയറി ഷൊർണൂർ ഇറങ്ങാമായിരുന്നു. പക്ഷേ കണ്ണൂർ വണ്ടി അപ്പോഴേക്കും പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം കോയമ്പത്തൂർ ഇരുന്നിട്ട് 4:30 ഉള്ള ഷൊർണൂർ പാസഞ്ചറിനാണ് പിന്നെ യാത്ര തുടരുന്നത്. കാരണം എനിക്ക് ഷൊർണൂർ പോകേണ്ട ആവശ്യമുണ്ട്. എൻ്റെ കാറ് ഷൊർണൂർ കിടക്കുന്നത്. ഇതിൽ അങ്ങേ അറ്റത്തിലാണ് ചെന്നൈയിലേക്കുള്ള മെയിൻ ലൈന്. അതിൽ പച്ച സിഗ്നൽ കാണാം. അപ്പോൾ ഏതോ വണ്ടി ഡിപ്പാർട്ടാവുന്നുണ്ട് ഇവിടെ. വെറും ഫ്രൈറ്ററായിരിക്കും. അതിനിടയ്ക്ക് ലോക്കോ ഷെഡ് കാണാം. പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രൈറ്റർ ഇവിടെ നിന്ന് ഡിപ്പാർട്ടാവുന്നുണ്ട്. ഒരു റീസെൻ്റ്ലി POI ചെയ്തൊരു ED വാപ്സാണ് കിടക്കുന്നത് 37463. എനിക്കൊന്ന് അവിടെ സ്ഥിരം എപ്പോഴും ലോക്കോ ഉണ്ടാവാറുണ്ട്. എനിക്കൊന്ന് അത് ഇതാണ് എന്താ പറയുന്നത്, നമ്മുടെ സ്പെയർ ലോക്കോ സൈഡിൽ കണ്ടു തോന്നുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈറോഡ് ജംഗ്ഷനിലേക്ക് കയറി. സമയം 12:04. അപ്പോൾ നമ്മൾ 4 മിനിറ്റ് ലേറ്റാണ്. 4 മിനിറ്റ് ഒന്നും ഒരു ഡിലേ അല്ല. കാരണം നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ് അതിൻ്റെ ഒരുപാട് കൂടുതൽ ഡിലേ ഉണ്ടാക്കാറ്. ഇവിടുന്ന് പുതിയ ട്രെയിൻ മാനേജർ വരും. പുള്ളി ഇവിടെ ഇരിപ്പുണ്ട് ചാർജെടുക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ ഈറോഡെത്തി. ഇതാണ് കുറേ നേരമായിട്ട് അവർ ഫോൾട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം.
കുറേ നേരമായിട്ട് ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട്, കാരണം ഫോൾട്ടെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവർ കുറേ നേരത്തെ കറക്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ ഡേ ടൈം ഇൻ്റർസിറ്റികൾ കോച്ചുകളുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുറത്ത് വാഷ് ബേസിൻ ഇല്ല എന്നുള്ളതാണ്. ടോയ്ലറ്റിൽ പോകണം കൈ ഇടണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിനകത്ത് 3 ടോയ്ലറ്റുള്ളൂ, കാരണം ഒരു ടോയ്ലറ്റിൻ്റെ സ്ഥലം ഫുള്ള് പാനൽസിനുണ്ടോ, ഇലക്ട്രിക്കൽ പാനൽസിന് വെച്ചിട്ടുണ്ട്. കേട്ടോ, ഇവിടെ ഇലക്ട്രിക്കൽ പാനലാണ്. ഇവിടെ ഈ വേസ്റ്റ് ബിൻ്റെ ലൊക്കേഷൻ ചെറുതായിട്ട് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഒരു വാഷ് ബേസിൻ കൊടുക്കാവുന്നതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്തുകൊണ്ടോ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. 12:10 ഈറോഡ് ജംഗ്ഷന് വേണ്ടി പുറപ്പെട്ടു. ജസ്റ്റ് എടുക്കുന്നുള്ളൂ, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ എടുക്കാം കേട്ടോ. പുതിയ ക്രൂ വന്നു ഇവിടുന്ന് കയറിയത്. ഈ റെസ്റ്റോറൻറ്റൊക്കെ റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്താന്ന് തോന്നുന്നു. ഇവിടെ പഴയതുണ്ട്. ഈറോഡ് ഇൻ ജനറൽ ഫുഡ് നല്ലതാണ്. നമുക്ക് അത്യാവശ്യം നല്ല കൊള്ളാവുന്ന ഫുഡ് ഈറോഡ് മേടിക്കാൻ കിട്ടും. ഞാൻ പിന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കഴിവതും ട്രെയിനിലെ ഫുഡ് തന്നെ മേടിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ട്രെയിൻ ഫുഡിൻ്റെയും കൂടെ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ പാൻട്രി ഇല്ലാത്ത വണ്ടികൾ മാത്രമാണ് ഞാൻ സ്റ്റേഷൻ ഫുഡ് മേടിക്കുന്നത്. ബോക്സ് റൂം കണ്ടോ? ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേയിൽ ഈ ബോക്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ക്രൂവിന് അവരുടെ ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ലൈൻ ബോക്സിലാണ് വെക്കുന്നത്. അതിനകത്ത് ഫ്ലാഗും ടോർച്ചും പിന്നെ അത്യാവശ്യം വേണ്ട ടൂൾസും എല്ലാം അതിനകത്തായിരിക്കും. അപ്പോൾ കൊങ്കൺ റെയിൽവേയിലേക്ക് ഇപ്പോൾ ലൈൻ ബോക്സ് ഇല്ലാണ്ടാക്കി. കൊങ്കൺ റെയിൽവേയിലേക്ക് ഇപ്പോൾ ഒരു ബാക്ക് പാക്ക് പോലത്തെ ഒരു സാധനമാണ്, ട്രോളി ബാഗ് പോലത്തെ ഒരെണ്ണം. അതുകൊണ്ട് ക്രൂ തന്നെ പോകുന്നത്. ഇതിപ്പോൾ പോട്ടറാണ് കയറ്റുന്നത് മൊത്തം. വണ്ടി വിട്ടൊരെണ്ണം നിർത്തി എനിക്കൊന്ന് ബ്രേക്ക് ടെസ്റ്റ് ആയെന്ന് തോന്നുന്നു. ജസ്റ്റ് അനങ്ങി തുടങ്ങി വീണ്ടും. ഈറോഡ് സ്റ്റേഷനിൽ ഏറെ സ്ഥിരമായിട്ട് RPSF നിൽപ്പുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഒന്ന് പ്രൊട്ടക്ഷൻ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് RPSF ഇറക്കിയതായിരിക്കും ഇവിടെ. അപ്പം അങ്ങനെ ഈറോഡ് ജംഗ്ഷനിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു. അങ്ങ് ദൂരെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വലിയ ഷെഡുകൾ ആണ് ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡ്. ഇന്നിപ്പോൾ ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിൽ ഡീസൽ ലോക്കോസ് ഒന്നുമില്ല, എല്ലാം ഇലക്ട്രിക് ലോക്കോസാണ്. നമ്മുടെ കേരളത്തിൽ കാണുന്ന വാപ്പ് 1 മിക്കവാറും എല്ലാം വാപ്പ് 1 എല്ലാം EDDX എന്നാണ്. EDDX ആണ് അതിൻ്റെ കോഡ്. അത് കൂടാതെ കുറേ വാപ്പ് 4കൾ ഇപ്പോൾ ഈറോഡ് ഡീസൽ ഷെഡിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വരുന്നത്. അതായി കാണുന്നതാണ് ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡ്. ആ നീല ഷെഡുകളൊക്കെ കാണുന്നത് ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിൻ്റെ പാർട്ടാണ്. ഇതാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങി ഈറോഡ് ജംഗ്ഷൻ. മാസിവ് യാർഡാണ്, ഹ്യൂജ് യാർഡാണ് ഇവരുടെ, വലിയ യാർഡാണ്. ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിനകത്ത് ഒരു വലിയ ഷെഡും കൂടി പണിയുന്നുണ്ട്, ഒരു വലിയ വർക്ക്ഷോപ്പും കൂടി പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പാൻഷനാണെന്ന് തോന്നുന്നു ഡീസൽ ലോക്കോ ഷെഡിൻ്റെ. ഇലക്ട്രിക് ലോക്കോസ് ആഡ് ചെയ്യാനാണ്, ഡീസൽ ലോക്കോസ് ഒന്നും വരില്ല, ഇലക്ട്രിക് ലോക്കോസ് തന്നെയാണ് വരാൻ പോകുന്നത്. കാര്യം ഇവരുടെ ഹോൾഡിങ്ങിൽ ഇപ്പോൾ നല്ലൊരു ശതമാനം ഇപ്പോൾ ഉള്ളതും വാപ്പ് 1 ആണ്. ഈ വാപ്പ് 1 ഇനി അതിന് താമസം സ്ക്രാപ്പായി തുടങ്ങും. വാപ്പ് 1 ഇപ്പോൾ തന്നെ സ്ക്രാപ്പായി തുടങ്ങി. ഈ ബാക്കിയുള്ള ഉടനെ സ്ക്രാപ്പാവും. ഇത് EDLSൻ്റെ ലോക്കോമാണ്. EDLS എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ഇലക്ട്രിക് ലോക്കോ ഷെഡാണ്. EDDX എന്ന് പറയുന്നതാണ് ഡീസൽ ലോക്കോ ഷെഡ്. ഇത് ആ ഡീസൽ ലോക്കോ ഷെഡിനകത്തേക്ക് പോകുന്ന ലൈനാണ്. അങ്ങേ അറ്റത്ത് കാണുന്ന പാറയുടെ പുറകിലോട്ടങ്ങ് പോകുന്നത്. എത്തിക്കൊണ്ടിരിക്കുന്നു. ഈറോഡ് വിട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ പിന്നെ 1-2 ഫ്രൈറ്റിനെ ക്രോസ് ചെയ്യും. ഞാൻ ക്രോസിംഗ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാ സ്ട്രെച്ചും നമ്മൾ ഫ്രൈറ്റേഴ്സ് നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ട് ഈറോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈറ്റേഴ്സിനെ ക്രോസ് ചെയ്തായിരുന്നു. നമ്മൾ ഏകദേശം തിരുപ്പൂർ എത്താറായി, ഉത്തുകൂടി കഴിഞ്ഞു, തിരുപ്പൂർ എത്താറായി. ഇവിടെയൊക്കെ നമ്മുടെ സ്പീഡ് ഇൻക്രീസിൻ്റെ ഭാഗമായിട്ടുള്ള ഫെൻസിങ് വർക്ക് നടക്കുന്നുണ്ട്. ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിംഗ് വന്നോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരുപ്പൂർ സ്റ്റേഷനോട് കയറണം. അവിടെ ഒരു വാപ്പ് 7 ഹോളിൽ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും ടാറ്റനഗർ എക്സ്പ്രസ് ആയിരിക്കും, എറണാകുളം ടാറ്റനഗർ. ഇവിടെ ഒരു ടവർ വാഗൻ ഷെഡുണ്ട്.
ഇപ്പോൾ ടാറ്റാനഗറിൻ്റെ 30594/7. പറഞ്ഞ പോലെ തന്നെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ആണ് 18190. നമ്മൾ ഈ ട്രെയിൻ ഒരു പ്രാവശ്യം പാലക്കാട് മുതൽ വിജയവാഡ വരെ ഒരു യാത്ര പോയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത്യാവശ്യം വൃത്തിയുള്ളൊരു ട്രെയിനാണ്. എന്താ പറയുക, ബംഗാൾ സൈഡിലോട്ട് പോകുന്ന, ജാർഖണ്ഡിലോട്ട് പോകുന്നൊരു ട്രെയിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ധൻബാദൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ട്രെയിനാണിത്. എനിക്ക് ഒരു പ്രാവശ്യം ഇതിന് ടാറ്റാനഗർ മുതൽ കേരളം വരെ യാത്ര ചെയ്യുന്നൊരു ആഗ്രഹമുണ്ട്. ചെറിയ പ്ലാൻ നമ്മൾ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഒക്കെ നടക്കും. എല്ലാം മുകളിലുള്ളതിൻ്റെ അനുഗ്രഹം ഇല്ലാണ്ട് നടക്കും. 12:51 നമ്മൾ എത്തി തിരുപ്പൂർ. ഷോർട്ട് ഹോൾട്ടാണ്. ഇവിടുന്ന് ഒരുപാട് പേരൊന്നും കയറാനുണ്ടാവില്ല. ജസ്റ്റ് നിർത്തിയെടുക്കും. നമ്മുടെ തൊട്ട് പുറകിൽ ഇപ്പോൾ ശതാബ്ദി എക്സ്പ്രസ് എത്തിണ്ടാവും. തിരുപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. തിരുപ്പൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അതായിരുന്നു എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്. നമ്മൾ ജസ്റ്റ് തിരുപ്പൂരിൽ നിന്ന് തിരിച്ച് മെയിൻ ലൈനിലേക്ക് കയറുന്നു. നമുക്കിനി ചെറവറാന്ന് 2 ക്രോസിങ്ങുകളുണ്ടാവും. നമുക്കിനി ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സും അതേപോലെ നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയും. നമുക്കിന്ന് ഈ ട്രെയിനൊരു 1:45 മുമ്പ് കോയമ്പത്തൂർ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കണ്ണൂർ എക്സ്പ്രസ് കിട്ടും. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് കിട്ടും. അത് പിടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയി ഇറങ്ങാം. എന്താ പറയുന്നത്, ഷൊർണൂർ പോയി നേരത്തെ പോയി ഇറങ്ങാം. ഒരു 4:30 ആകുമ്പോഴേക്കും ഷൊർണൂർ പോയി ഇറങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 4:30 കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്ന ഷൊർണൂർ പാസഞ്ചറിന് പോകണം. 2 മണിക്കൂർ കോയമ്പത്തൂർ വെറുതെ സമയം കളയണം. പക്ഷെ വേറെ വഴിയില്ല. കാരണം ബസ്സിന് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ഇറങ്ങി, പാലക്കാട് നിന്ന് ഒറ്റപ്പാലം വണ്ടി കയറി ഇറങ്ങി പോകണം. ഒരു മൂഡില്ല ബസ്സിന് പോകാൻ. അപ്പോൾ നമുക്ക് ട്രെയിനിനെല്ലാം കഴിഞ്ഞാൽ ട്രെയിൻ കിട്ടുന്നതാണ് എനിക്ക് സന്തോഷം. വാർ 7303 ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഇരികൂർ എത്താറായി. അതായത് നമ്മൾ കോയമ്പത്തൂർ ടൗണിലേക്ക് തിരിയുന്ന സ്ഥലമാണ് ഇരികൂർ. നമ്മൾ ഏകദേശം ഇരികൂറിനടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇരികൂർ നമ്മൾ കോയമ്പത്തൂർ ടൗണിലേക്ക് തിരിയും. അതായത് കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് തിരിയും. ഇരികൂർ നേരെ പോകുന്ന ലൈന് പോത്തന്നൂർ ബൈപ്പാസ് ലൈൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പെട്രോളും സൈഡിങ്ങിലോട്ട് കയറുന്ന ലൈൻ കാണാം. നമ്മുടെ എക്സ്റ്റേണൽ മൈക്കിൻ്റെ ബാറ്ററി തീരാറായി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇനി എക്സ്റ്റേണൽ മൈക്കില്ലാണ്ട് ബാക്കി ക്യാമറയുടെ മൈക്കിൽ തന്നെയായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. എക്സ്റ്റേണൽ മൈക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, 2 ഉണ്ട്. മറ്റേത് പെയർ ചെയ്തിട്ടില്ല. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച കാണാനുണ്ട്. മിക്കവാറും നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റിക്കായിരിക്കും. എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റിക്കുള്ളതായിരിക്കും. ഇരികൂർ ഒരു ഫ്രൈറ്റ് ഹബ്ബാണ്. ഇവിടെ കണ്ടെയ്നർ കോർപ്പറേഷൻ്റെ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ കാണാം. അതിന് അപ്പുറത്തായിട്ട് ഭാരതി സിമെൻസിൻ്റെ ബൾക്ക് സിമെൻസ് സൈഡിങ് കാണാം. അപ്പോൾ ഇവിടെ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഫ്രൈറ്റ് ലോഡിങ് അൺലോഡിങ് നടക്കുന്നൊരു പ്രദേശമാണ് ഇരികൂർ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഇരികൂർ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ് ഇപ്പോൾ. നമ്മളങ്ങനെ ഇരികൂറിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. വെറുതെ അല്ല, ആക്ച്വലി നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് ദിബ്രുഗർ കന്യാകുമാരി വിവേക് എക്സ്പ്രസ് പോകുന്നുണ്ട്. അപ്പോൾ അവനിനി അകത്തോട്ട് കയറിയിട്ടല്ലേ നമ്മളെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും. ഓപ്പോസിറ്റ് ലൈനിൽ 12678 എറണാകുളം KSR ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരുന്നുണ്ട്. ഹോണിഡേ ആക്കാൻ എനിക്ക്.
നമ്മൾ ഇരിക്കൂർന്ന് പുറപ്പെട്ടു ജസ്റ്റ് പുറത്തോട്ടിറങ്ങുന്നു. നമ്മളൊരു 1:15 ഇരിക്കൂർ എത്തിയായിരുന്നു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണൂർ വണ്ടി കിട്ടുമായിരിക്കുന്ന. കാര്യം 1:15 ഇരിക്കൂർ പാസ് ചെയ്തൊരു 1:35 1:40 ആകുമ്പോൾ കോയമ്പത്തൂർ ഒന്ന് കയറാം. അങ്ങനെ കയറിയിരുന്നെങ്കിൽ 1:50 കണ്ണൂർ എക്സ്പ്രസ് എനിക്ക് കിട്ടിയേനെ. ഇപ്പോൾ തന്നെ സമയം 1:30 1:31 ഇപ്പോൾ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ഓടിപ്പിടിച്ച് കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിയാലും നമുക്ക് അകത്ത് കയറി പ്ലാറ്റ്ഫോം മാറി മറ്റേ ട്രെയിനിൽ എത്താനുള്ള സമയം കിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് 4:30 പാസഞ്ചറിന് തന്നെ പോവാം. 4:30 പാസഞ്ചറിന് തന്നെ പോവാം. അപ്പോൾ നമുക്ക് തൽക്കാലം എന്താ പറയുന്നത്, അവിടെ എത്തി കോയമ്പത്തൂർ എത്തിയോണ്ട് പുറത്ത് പോയി ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോവാം. ഇതാണ് ഇരിക്കൂറിലെ ഹ്യൂജ് കർവ്. ഇവിടെ നിന്നാണ് ലെഫ്റ്റോട്ട് ബൈപ്പാസ് ലൈൻ പോകുന്നത്. നമ്മുടെ പുറകിലോട്ട് കാര്യമായിട്ട് കോച്ചൊന്നുമില്ല. നമ്മുടെ പുറകിലോട്ടാകെ 2 ജനറലും SLR-ഉം പിന്നെ അതിൻ്റെ പുറകിലൊരു എന്താ പറയുക ഒരു അഡീഷണൽ കോച്ച്. ഇനിയൊന്ന് കോയമ്പത്തൂരിലൊക്കെ അവിടെ POH വല്ല വർക്കുമെല്ലാം കഴിഞ്ഞ് തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോകുന്നതായിരിക്കും. അത് സിംഗാനല്ലൂർ ഹോൾട്ട് സ്റ്റേഷൻ. ഇവിടെയാണ് കോയമ്പത്തൂർ എയർപോർട്ട്. ഈ കാണുന്ന മതിലാണ് കോയമ്പത്തൂർ എയർപോർട്ട്. ആ കാണുന്നതാണ് കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ റൺവേ കാണാനില്ല, റൺവേ എൻഡ് മാത്രമേ കാണാനുള്ളൂ. ഈ സമയത്ത് ഫ്ലൈറ്റ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഒരു ടേക്ക് ഓഫ് ആണായിരുന്നല്ലേ. നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ എറണാകുളം എയർപോർട്ട് കാണിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ മറ്റേ എയർപോർട്ടുകൾ നമ്മൾ അങ്ങനെ കാണാറില്ല. അവിടെ നിന്ന് ഏത് പറഞ്ഞാൽ ടേക്ക് ഓഫ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു വാല് കണ്ട പോലെ തോന്നി. ജസ്റ്റ് പീലമേട് സ്റ്റേഷനിൽ നിന്നും പീലമേട് സ്റ്റേഷന് മുന്നോടിയായിട്ടും നമ്മുടെ സ്പീഡ് കുറച്ചിട്ടുണ്ട്. ഇവിടെ ഇനി പിടിച്ചിടാൻ പോകണമെന്നറിയില്ല. ഓപ്പോസിറ്റ് ലൈനിൽ ബിലാസ്പൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. അതവിടെ നിർത്തിയിട്ടിരിക്കുകയാണോ? അല്ല, വരുന്നുണ്ട്. റോയപ്പുറത്തിന് 39004 ആണ് ലോക്കോ. തിരുനെൽവേലി ബിലാസ്പൂർ എക്സ്പ്രസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഇൻ്റർസിറ്റി ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്ത് വന്നതാണ്. ഇതാണ് പീലമേട് സ്റ്റേഷൻ. ഇതിനപ്പുറത്തൊരു ഫ്രൈറ്റ് യാർഡുണ്ട്, ഗുഡ്സ് യാർഡുണ്ട്. അവിടെ ഒരു വാഗൺ അൺലോഡ് ചെയ്യുന്ന നമ്മൾ നേരത്തെ കണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെയോ മറ്റോ ഒരു LPG ടാങ്കോ മറ്റോ ഉണ്ട്. അങ്ങനത്തെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ട്. ഒരു പെട്രോളിയം സൈഡും കൂടി ഉണ്ട് ഇവിടെ. ഇതിനകത്തൊരു ട്വിൻ G9 കിടക്കുന്നുണ്ട്. തല മാത്രം കാണാൻ പറ്റുന്നുള്ളൂ, ലോക്കോ നമ്പറൊന്നും കാണാൻ വയ്യ. അങ്ങനെ പീലമേട് കഴിഞ്ഞു. കോയമ്പത്തൂർ എയർപോർട്ട് ശരിക്കും ഉള്ളത് പീലമേടിലാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല, എയർപോർട്ട് ശരിക്കും നമ്മൾ സിംഗനല്ലൂർ സ്റ്റേഷൻ കഴിഞ്ഞാണ് എയർപോർട്ട് കാണും. പീലമേട് വരെ എത്തില്ല. അപ്പുറത്തെ സൈഡിൽ വേറെ ലോക്കോ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞുള്ളത് അവിടെ ടാങ്ക് കാണുന്നില്ല, അത് ഇന്ത്യൻ ഓയിലിനോ മറ്റോ ഇതാണ് LPG ടാങ്കാണത്. ഭാരത് ഗ്യാസാണ്, ഇന്ത്യൻ ഓയിലല്ല, സോറി, ഭാരത് ഗ്യാസാണ്. ഭാരത് പെട്രോളിയത്തിൻ്റെയാണ് അവിടെ ഒരു പെട്രോളിയം സൈഡിങ് ഉള്ളത്. അതിനകത്തേക്ക് പോകുന്ന ലൈനുകളാണ് ഈ കാണുന്നത്. സംഗനൂർ കൊള്ളം എത്തി. ഇതാ കാണുന്ന മലകൾ, അതിൻ്റെ മണ്ടയ്ക്കാണ് ഊട്ടി. ഊട്ടി എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസ്റ്റ് നഗരം, അതിൻ്റെ മണ്ടയ്ക്കാണ്. നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലോട്ട് എത്തുന്നു. മേട്ടുപ്പാളയം റെയിൽവേ ലൈൻ ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പുറത്തായിട്ട് മേട്ടുപ്പാളയം റെയിൽവേ ലൈൻ കാണാൻ പറ്റും. മേട്ടുപ്പാളയം ലൈൻ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ കാണുന്നതാണ് മേട്ടുപ്പാളയം ലൈന്.
അങ്ങനെ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ കഴിഞ്ഞു. ഇപ്പോൾ കുറേ ബസ്സുകൾ കിടക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇവിടുത്തെ പാർക്കിംഗ് ആണ്, ബസ് പാർക്കിംഗ് ആണ് പ്രൈവറ്റ് ബസ്സുകളുടെ. ഇതൊരു ലോറിപ്പേട്ടയാണ്. ആ ലോറിപ്പേട്ടയോട് ചേർന്ന് തന്നെ കുറേ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. മിക്കവാറെല്ലാം ചെറിയ ചെറിയ ഓപ്പറേറ്റേഴ്സിന് വണ്ടിയാണ്. പതിവ് പോലെ ഇങ്ങനെ അറ്റത്ത് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3, 4, 5, 6 ഏതെങ്കിലും 6 അല്ല, 6ൽ മെമു കിടക്കുന്നുണ്ട്. അപ്പോൾ 6 ആവില്ല, 4 യൂഷ്വലി നമ്മൾ കേൾക്കുന്നത്. 4 ആണെങ്കിൽ പ്ലാറ്റ്ഫോം മറ്റേ സൈഡിലാണ്. അവിടെ ഓൾറെഡി ആൾക്കാർ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് ഒരു കോള് വന്നുകൊണ്ട് പെട്ടുപോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റ്ഫോം 4ലേക്കാണ് കയറിയിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനിലോട്ട് കയറുന്നു. ഈ കിടക്കുന്ന മെമു ഇന്ന് വൈകുന്നേരം ഈറോഡ് മെമു ആയിട്ട് പോകും. അവിടെ ഒരു EDDX ആപ്പ് കിടപ്പുണ്ട്. അത് ഇന്ന് കണ്ണൂർ കോയമ്പത്തൂരായിട്ട് വന്നതാണ്. തിരിച്ചു പോകുന്നത് അത് കോയമ്പത്തൂർ മധുരയായിട്ടാണ്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയിട്ട് കാണാം. ഏകദേശം 1:53 നമ്മളെത്തി. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. സമയം 1:55. നമ്മുടെ കണ്ണൂർ വണ്ടിയൊക്കെ പോയി. കണ്ണൂർ വണ്ടി പോയി കഴിഞ്ഞിട്ട് നമ്മൾ എത്തി. ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും 1:55. ഇനി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നീളം മുഴുവൻ നടക്കണം. നീളം മുഴുവൻ നടന്ന് അങ്ങേ അറ്റത്തെ എക്സിറ്റ് വഴി നമുക്ക് പുറത്തിറങ്ങാം. നമുക്കിനി പോകേണ്ട അടുത്ത വണ്ടി എന്ന് പറയുന്നത് 4:25-നാണ്. അതിന് 3:20 ബസ്സുണ്ട്. 3:20 ബസ് പിടിച്ചാലും ഏകദേശം അതേ സമയത്ത് നമ്മൾ ഷൊർണൂരെത്തും. പിന്നെ എന്തിനാണ് ബസ്സിൽ പോകുന്നതെന്ന് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ട്രെയിനിന് തന്നെ പോയേക്കാമെന്ന് വെച്ച് 4:25 ട്രെയിനാക്കിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമ്മളെ കോയമ്പത്തൂർ കൊണ്ടുവന്ന് വിട്ട കോവ എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞത് കുറച്ച് നേരം കഴിഞ്ഞത് തിരിച്ചു പോകും. അപ്പോൾ നമുക്കെന്നാൽ അപ്പോൾ അതൊക്കെ പുറത്ത് പോയിട്ട് ലഞ്ച് കഴിക്കാം. നല്ലൊരു ലഞ്ച് കഴിക്കാം. ഒരു ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് സ്റ്റേഷനിലോട്ട് വരാം. എന്നിട്ട് 4:25 നമ്മൾ ട്രെയിൻ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇരിക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പൊക്കെ പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in another video. Until then, bye-bye.